നമുക്ക് ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനമായിട്ടത് ഫോർച്യൂണർ ടൈപ്പ് 2 ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ. ഈ മോഡലിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ 2016 മോഡൽ. 2016 ലാസ്റ്റിക്കൊക്കെ ന്യൂ ഷേപ്പിൽ സിഗ്മയിലാണ് ഫോർച്യൂണർ ഇറങ്ങിയില്ല കേട്ടോ. അപ്പം ഫോർച്യൂണർ ഈ ഒരു ടൈപ്പിൽ ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൾ ഒറിജിനൽ വരുന്ന വാഹനം വന്ന അതേ കണ്ടീഷനിലാണ് നിങ്ങളെ കാണിക്കുന്നത്. ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ യാർഡിൽ ഈ വാഹനം കയറുന്നത് കേട്ടോ. വന്ന് നേരെ സർവീസ് ചെയ്ത് അടിഭാഗങ്ങളും അണ്ടർ കോട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്തു. പക്ക കണ്ടീഷൻ തന്നെ പറയാം. ഒരു ലോ കിലോമീറ്റർ തന്നെ പറയാം. ഫോർച്യൂണറെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ കിലോമീറ്റർ, 1,25,000 കിലോമീറ്റർ കറക്റ്റ് എ ടു സെഡ് കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം കേട്ടോ. ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ, ഇത് നമുക്കൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി, ചെറിയൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് വെറുതെ തരും. അത്രത്തോളം ഗ്യാരണ്ടിയിൽ തരാൻ കഴിയുന്ന ഒരു വാഹനമാണ്. ഏതൊരു ഭാഗത്തും ചെറിയൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനമാണ് കേട്ടോ. അതർ സ്റ്റേറ്റ് വാഹനങ്ങളിൽ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് വരാറുണ്ട്, ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ല. ഒരു 98% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം കേട്ടോ. ബോഡിന്മേൽ മെറ്റൽ ബോർഡിൻ്റെ ചെറിയൊരു ഭാഗത്ത് ചെറിയ ടച്ചിങ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. വേറൊരു ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുമില്ല. ഓൾ ഒറിജിനൽ, ബമ്പർ വരെ ഒറിജിനലാണ്, ഹെഡ്ലൈറ്റ് ഒറിജിനലാണ്, ബാക്കത്തെ ഡിക്കി, ഗ്ലാസുകൾ, ഡോറുകൾ കംപ്ലീറ്റ് ഒറിജിനൽ വരുന്ന വാഹനം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കിൽ ചെയ്യേണ്ടവർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ്. വേറെ പുട്ടി വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വാഹനമാണ്. നമ്മളെ ഫസ്റ്റ് ഇതുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് ചെറിയ മൈനർ ആയിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുള്ള് കമ്പനി പെയിൻ്റ് തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഈ ഒരു കണ്ടീഷനിൽ പക്കാ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾ ബ്ലാക്കിൽ ഓട്ടോമാറ്റിക് ചോദിച്ചാണ്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ബ്ലാക്കിൽ ചെയ്യാനൊക്കെ പറ്റിയൊരു വാഹനം തന്നെ കേട്ടത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും കംപ്ലീറ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് റേറ്റിൽ അതർ സ്റ്റേറ്റ് വാഹനം കിട്ടണമെങ്കിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതിനുള്ളൊരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാനും കഴിയും കേട്ടോ. 1,25,000 കിലോമീറ്റർ മാത്രം ഓടി അതർ സ്റ്റേറ്റ് വാഹനം വന്ന അതേ കണ്ടീഷനിൽ നിങ്ങളെ കാണിക്കുകയാണ്. ഇതിൻ്റെ ഓരോ മൈനറായുള്ള കേസുകളും ഈ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രാഷ് കാർഡൊക്കെ നമ്മുടെ കേരളത്തിൽ അലോഡല്ല. ക്രാഷ് കാർഡ് നമ്മൾ എടുത്ത് ഒഴിവാക്കും. ഈ സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് നല്ലൊരു പക്കാ ഒരു ഷോറൂം കണ്ടീഷനാക്കിയിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. ഒരുപാട് ആൾക്കാർ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം ഗ്രില്ല് കാര്യങ്ങൾ, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്കിൽ, ടൈലാമ്പ് കാര്യങ്ങളൊക്കെ സ്റ്റോക്കിൽ, ബമ്പർ സ്കാറ്റിംഗ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് സ്റ്റോക്കിൽ വേണ്ടവർക്ക് നമുക്ക് സ്റ്റോക്കിൽ ഫുൾ ക്ലിയർ ചെയ്ത് ഞങ്ങൾ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓരോ മൈനറായുള്ള കേസുകൾ നമ്മൾ കാണിച്ചു തരാം. ബോണറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡോട്ട് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ടച്ച് ചെയ്ത് ഫുള്ളായിട്ട് ഇത് നമ്മൾ ടച്ചിങ് പറഞ്ഞാൽ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലേക്കാണ് അത് വർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്ത രീതിയിൽ പക്ക കണ്ടീഷനായിട്ട് കൊടുക്കാൻ കഴിയും. ഈ ഫ്രണ്ട് റൂമിലൊക്കെ പിന്നെ അതൊക്കെ പോളിഷ് ചെയ്താൽ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിന് ചെറിയൊരു സ്ക്രാക്ക് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് ഗ്ലാസ് മാറ്റി കൊടുക്കേണ്ടവർക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് വേറെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ ക്രാക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല, തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മാറ്റി കൊടുക്കേണ്ടവർക്ക് നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയും. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കമ്പനി ഒറിജിനൽ പെയിൻ്റാണ് കേട്ടോ. കമ്പനി ഒറിജിനൽ പെയിൻ്റാണ്. ചെറിയ ചെറിയ മൈനറായ സ്ക്രാച്ചസ് മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 60-70% ടയർ ഭാഗങ്ങൾ നാലും വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് ഓൾറെഡി ഉള്ളത്. ഇതൊക്കെ ടൈലാമ്പൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്രോം വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് പക്ക ഒരു കണ്ടീഷനിൽ കിട്ടും കേട്ടോ. ബാക്ക് സൈഡിൽ നിന്ന് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. ബാക്ക് സൈഡൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ മതി. ടച്ചിങ്ങിൻ്റെ ഒന്നും ആവശ്യം ബാക്ക് സൈഡിൽ വരുന്നില്ല. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ ബമ്പറിലൊക്കെ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു ഫൈബറിൻ്റെ ഈ ഒരു പാർട്ടുകളിലൊക്കെ സ്ക്രാച്ച് ഉണ്ട്. കുറേയൊക്കെ പോളിഷ് ചെയ്താൽ പോകുന്ന സ്ക്രാച്ചുകളാണ്. അതൊന്നും നമ്മളൊന്നും ചെയ്തില്ല. ഇതൊക്കെ കമ്പനി പെയിൻ്റാണ് വരുന്നത്. ഇവിടെ ഏതോ ചെറിയൊരു ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. ഡോർമ പറഞ്ഞാൽ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തുമില്ല. ചെറുതായിട്ട് എന്തോ ഒരു ഒരച്ചില് വന്നിട്ട് ചെറിയൊരു പെയിൻറ്റിങ് കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഡോറ് ചെറിയൊരു മൈനറായിട്ടുള്ള പെയിൻറ്റ് ഇടുന്ന് കാണിച്ചിട്ടുണ്ട്. വേറെ തട്ടുമുട്ടോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഈ വാഹനത്തുമ്പോൾ കാണിച്ചു തരാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വരുമ്പം സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് കവറാണ്. 2016 കമ്പനി ഇറങ്ങുമ്പോൾ ഒറിജിനൽ ലെതർ സീറ്റ് കവറാണ്. വലിയ സ്ക്രാച്ച് ഒന്നുമില്ല. അത് എല്ലാ വാഹനത്തിനും വരുന്ന പോലെ ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങി കയറുമ്പം ഈ ഒരു ഫൈബറുമ്മ ടച്ച് ആയിക്കാണ്ട് കീറിൽ ഏകദേശം വണ്ടിക്കൊക്കെ ഉണ്ടാവും. ആ ഒരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും നിലവിലില്ല. കമ്പനി സെറ്റ് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡ് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു അവരെ ദൈവങ്ങളെ വെച്ചിട്ടില്ല ഉണ്ട്. ചെറിയൊരു പശുണ്ട്. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയും.
പിന്നെ സ്റ്റാറിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സ്റ്റാറിങ്ങിൻ്റെ ഭാഗങ്ങളിൽ ഡോർ പാഡുകൾ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും അല്ല കേട്ടോ. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി പുതിയൊരു മോഡലിൽ സീറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ അവർ ചെയ്തില്ല. അപ്പോൾ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് തരും കേട്ടോ. ഇതിൻ്റെ എഞ്ചിൻ റൂം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്രോണിൻ്റെ സൈഡ് ഫ്രണ്ട് എഡ്ജ് ഭാഗങ്ങൾ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് എടുത്തൊരു ഇതുകൂടി ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്രോണിൻ്റെ സൈഡ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്കയാണ്. ഇവിടെ ഈ രണ്ട് ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ ഈ ഹോൺ വെച്ചിട്ടേ നല്ല വെയിറ്റുള്ള ഹോണാണ് ഇത്. എല്ലാ ഏകദേശം വണ്ടിക്ക് വരുന്നതാണ്. ഇവിടെ ചെറിയൊരു ഈ ഹോൺ വെച്ചിട്ട് പൊട്ടിയിട്ട് രണ്ടാമത് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഈ പട്ടം കേട്ടോ. വേറെ ഏതൊരു ഭാഗത്തും ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് പോലും പൊട്ടിയിട്ടില്ല. കമ്പനി വരുമ്പോഴല്ലേ ഹെഡ്ലൈറ്റിൻ്റെ ലെഗ്. മെക്കാനിക്കൽ സൈഡ് നമുക്ക് ഗ്യാരണ്ടി തരാം. എഞ്ചിന്, ഗിയർ ബോക്സ് ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വന്നിട്ടൊരു സ്പാൻഡർ ഈ വാനത്തുമ്പോൾ തൊടിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ആവശ്യം ഈ വാനത്തുമല്ല. നമ്മൾ ഓടിച്ച് നോക്കി അത്യാവശ്യം റൺ ചെയ്ത് നോക്കി ഒരു കംപ്ലയിൻസോ അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ ഭാഗമോ ഒന്നും വർക്ക് ചെയ്യാത്തൊരു വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇതുമേ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. നിങ്ങൾ തേർഡാമത്തെ ഓണർഷിപ്പിൽ നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസും നമ്പർ ആക്കിയിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ ടൈലാമ്പ് LED അല്ലാതെ സ്റ്റോക്കിൽ ഹെഡ്ലൈറ്റ് സ്റ്റോക്കിൽ പിന്നെ ഒരു പക്ക ഒരു ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് കേട്ടോ. പിന്നെ ഗ്രില്ല് സ്റ്റോക്കിൽ അങ്ങനെ കംപ്ലീറ്റ് സ്റ്റോക്ക് ലെവലിൽ നമുക്ക് 16,20,000 രൂപ. അത് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ്. അതിൽ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അതല്ല നിങ്ങൾക്ക് ഇനി മോഡിഫൈ ചെയ്യണം, ബ്ലാക്കിൽ ചെയ്യണം, അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ടൈലാമ്പ്, ബാക്കും ഫ്രണ്ടും സ്കാറ്റിങ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് ബ്ലാക്കിൽ ഫുള്ള് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ തരാൻ കഴിയും. സ്റ്റോക്ക് കണ്ടീഷനിൽ പക്ക ഒരു ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് 16,20,000 രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ്. അതിൽ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.